ഈ കാര്യങ്ങളറിയാം, കാര്യകാരണങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട് ഇത് നമ്മുടെ എപ്പോഴും ഭാഗം ഞാൻ എവിടെയാണെന്ന്. മലയാളികളുടെ ഇഷ്ടപരമ്പരയായ ഉപ്പുമുളകിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ബിജു സോപാനം, ശ്രീകുമാർ എന്നിവർക്കെതിരെ പീഡന കേസ് നടി കൊടുത്തതിന് പിന്നാലെയാണ് നടി നിഷ സാരംഗ് ബിജു സോപാനത്തെ ഇൻസ്റ്റാഗ്രാം വഴി അൺഫോളോ ചെയ്യുകയും പ്രേക്ഷകരിൽ സംശയം ഉണർത്തുകയും ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസം നിഷ സാരംഗ് വിവാഹിതയായി താലിയും സിന്ദൂരവും അണിഞ്ഞ് പൊതുവേദിയിൽ വന്നിരുന്നു. അതിൻ്റെ കൂടെ ഉപ്പുമുളകിൽ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിന് പിന്നാലെ താരമിട്ട ഒരു പോസ്റ്റാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരമാകുന്നതും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും കേസ് കൊടുത്തത് നിഷ തന്നെയാണെന്നുള്ള കമൻറ്റുകളും വരുന്നത്. താരത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം. കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത്. സാധാരണ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് അല്ലാത്ത നിഷ ഇതാരെയോ കുത്തി പറയാനിട്ട പോസ്റ്റായാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. അതിലൊരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: 9-10 വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. ഇത്രയും നാളില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ? ഇങ്ങനെയൊക്കെ കാണിക്കാനായിരുന്നു എങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നു. എന്നിട്ട് ഓരോന്നിന് വരുവാണ്. എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ബിജു ചേട്ടൻ്റെ പേരിൽ കേസ് കൊടുത്തതെന്നും ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ബിജു ചേട്ടൻ, അത് നിങ്ങൾ മറക്കണ്ട. എന്നിട്ട് അയാളുടെ പേരിൽ കള്ളക്കേസായിട്ട് വന്നേക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ് വിചാരമെന്നായിരുന്നു കമൻറ്റ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരവും ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.